ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബൊഗെയിൻവില്ലയുടെ മഴക്കാല പരിചരണത്തെ പറ്റിയാണ് പറയുന്നത്. വേനൽക്കാലത്ത് ചെടി നിറയെ പൂത്ത് നിൽക്കുന്ന ബൊഗെയിൻവില്ലകൾ മെയ് മാസം ആകുന്നതോടെ പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങും. ജൂൺ മാസം ആകുമ്പോഴേക്കും മഴക്കാലം വന്നു തുടങ്ങുമ്പോൾ പൂക്കൾ ഉണ്ടാകാറില്ല. പിന്നീട് നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ബൊഗെയിൻവില്ലകൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കുകയില്ലെങ്കിലും മഴക്കാലം ആകുമ്പോഴേക്കും വെള്ളം കെട്ടി നിന്ന ഇത് ചെടികൾ ചീഞ്ഞു പോകാറുണ്ട്. ഹോളുകളുടെ ഇടയിലൂടെ വേരുകൾ ഇറങ്ങി വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകാം. വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. ഇപ്രാവശ്യം മഴ നേരത്തെ പെയ്തതുകൊണ്ട് ബൊഗെയിൻവില്ലകളൊക്കെ കാട് പോലെ വളർന്നിരിക്കുകയാണ്. കമ്പുകളൊക്കെ വളരെയധികം നീളം വെച്ച് ഇലകൾ മാത്രമായി നിൽക്കുകയാണ്. ബൊഗെയിൻവില്ലകളെ ഹാർഡ് പ്രൂൺ ചെയ്യേണ്ട സമയമായി. നീണ്ടു നിൽക്കുന്ന കമ്പുകളെല്ലാം ഞാൻ വെട്ടിക്കൊടുക്കുന്നുണ്ട്. മൂന്നോ നാലോ ഇഞ്ച് മുകളിൽ വെച്ചാണ് ഓരോ തണ്ടുകളും വെട്ടിക്കൊടുക്കുന്നത്. നീളം കുറഞ്ഞ തണ്ടുകൾ ഞാനിപ്പോൾ വെട്ടിക്കൊടുക്കുന്നില്ല. കാലത്ത് കമ്പുകൾ വേര് പിടിക്കാൻ എളുപ്പമാണ്. മൂർച്ച മാറ്റുന്ന കമ്പുകൾ നട്ടുവെച്ചാൽ പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും. അടുത്ത സീസൺ ആകുമ്പോഴേക്കും പൂക്കളായി നിൽക്കും. ഞാനിതിൻ്റെ എല്ലാ കമ്പുകളും നട്ടുവയ്ക്കുന്നുണ്ട്. അടുത്ത സീസൺ ആകുമ്പോഴേക്കും ആവശ്യക്കാർക്ക് കൊടുക്കുവാൻ സാധിക്കും. പ്രൂൺ ചെയ്ത ശേഷം വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ കൊടുത്ത വളങ്ങൾ ധാരാളം മതി. ഇത് നന്നായി വെൽത്തിയായിട്ട് വളരുവാൻ. 5-6 മാസം കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിൽ ഒന്നുകൂടി ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ പൂക്കാനുള്ള വളങ്ങളും വളർച്ചയ്ക്കായിട്ടുള്ള വളങ്ങളും ഇട്ട് കൊടുക്കാവുന്നതാണ്. മുറിച്ച് മാറ്റിയ കമ്പുകൾ ഇലകളൊക്കെ കളഞ്ഞ് 6-7 ഇഞ്ച് നീളത്തിൽ മുറിച്ച് നട്ടുവയ്ക്കാവുന്നതാണ്. മുറിച്ച കമ്പുകൾ ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയ ശേഷം നട്ടുവെച്ചാൽ പെട്ടെന്ന് കിളിർത്ത് കിട്ടും. അലോവേര ജെല്ലിൽ മുക്കി വെച്ച ശേഷമാണ് ഞാൻ നട്ടുവയ്ക്കുന്നത്. കുറച്ച് സമയം മുക്കി വെച്ച ശേഷം അതൊന്ന് ഉണങ്ങിയ ശേഷം പോട്ടുകളിലേക്ക് കുഴിയെടുത്ത് കമ്പുകൾ നാട്ടി വയ്ക്കാവുന്നതാണ്. നട്ടുവെച്ച ഈ കമ്പുകളെ ഒരു പ്ലാസ്റ്റിക് കൂടുകൊണ്ട് മൂടി വയ്ക്കുന്നത് നല്ലതാണ്. 2 ആഴ്ച കൊണ്ട് കമ്പുകൾ കിളിർത്തു തുടങ്ങുന്നതാണ്. മണ്ണൊക്കെ നന്നായി നനഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മഴ നനയാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ബൊഗെയിൻവില്ലകൾ പ്രൂൺ ചെയ്ത ശേഷം ഞാൻ സാധാരണ ഷെയ്ഡിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. അധികം മഴ നനഞ്ഞ് ഹൈബ്രിഡ് ബൊഗെയിൻവില്ലകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റുന്നിടത്തോളം ബൊഗെയിൻവില്ലകളെയും ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.